മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലകളിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും അധികം റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ. നീറ്റിൽ ഉയർന്ന റാങ്കും സ്കോറും എല്ലാം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ ക്യാമ്പസിലേക്ക് കടന്നു വരുന്നു. ആവേശത്തോടെ ആരവങ്ങളോടെ കടല് പോലെ നീണ്ടുകിടക്കുന്ന ഒരു മനുഷ്യ ചങ്ങല പോലെ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ നടന്നു വരുന്ന രംഗം കണ്ടുനിന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒരേപോലെ പ്രചോദനാത്മകമായ ഒരു കാഴ്ചയായിരുന്നു. Run it up, hit them up, give them that funk like serving that dope right out of that trunk like run it up, fuck it up. Run it up, hit them up, we just got one night, give them that funk right into the sunlight. Run it up, hit them up. Stepping out in that product, I don't think they want honor. We the ones that they follow, getting bread like it's holler. Stay fresh like a knocker, looking sharp as Baraka. Everything we do, you know that we do it proper. Oh my mama, I'm with that drama. Candy, pinky, and Impala. Only here for that quality. Commas just make me calmer. Run it up, hit them up, give them that. Run it up, hit them up, give them that. കഷ്ടപ്പെട്ട് പഠിച്ച് നീറ്റും റീനീറ്റും എല്ലാം വന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായി വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കൊടുത്ത ബ്രില്യൻറ്റ് ഫാമിലിയോട് വിദ്യാർത്ഥികൾ അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു എന്നത് അവരുടെ വാക്കുകളിൽ പ്രതിഫലിച്ചു. 720-ൽ 692 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 89 കരസ്ഥമാക്കി നീരജ് ബി കേരളത്തിൽ 1ാം സ്ഥാനം നേടി. റിസൾട്ടിന്റെ ബോർഡിൽ ഒരിടത്ത് ഞാനും ഉണ്ടാകും, ഒരു മെഡിക്കൽ കോളേജിൽ ഞാനും പഠിക്കും എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ റിസൾട്ട് വന്ന ദിവസം ആക്ച്വലി ഷോക്ക് ആയിപ്പോയി. ഇത്രയ്ക്കും പ്രതീക്ഷയില്ല, പക്ഷെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇത്ര ആയെന്ന് വിചാരിച്ചില്ല. സോ അന്ന് ആക്ച്വലി എൻ്റെ ചേട്ടൻ്റെ പിക്ചറിലേക്ക് വന്നിരിക്കുമ്പോഴും ഇങ്ങനെ ഇവിടെ വന്നിരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിൽ എനിക്ക് എല്ലാവരുടെയും കടപ്പാടും അതുപോലെ തന്നെ അഭിമാനമുണ്ട്. 720-ൽ 685 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 183 നേടിയ മുഹമ്മദ് ഫാദിൽ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. നമ്മൾ വരുന്ന ബൈക്ക് നമ്മളെ ബ്രില്ലിൻ്റെ മുന്നിൽ തന്നെ ഈ ഫോട്ടോ ഉണ്ടല്ലോ, വലിയ ഫോട്ടോ ഉണ്ടല്ലോ, റാങ്ക് ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും അവിടെ ഒരു അങ്ങനെ ഒന്ന് വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമൊന്നും ഇത്രയൊന്നും റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഈ നല്ലൊരു റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. 720-ൽ 683 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 220 സ്വന്തമാക്കിയ തോമസ് കുര്യൻ. അത്രയും ഒരു റാങ്ക് എക്സ്പെക്ട് ചെയ്തിട്ടല്ലായിരുന്നു ഉണ്ടായിരുന്നത്. വിക്ടറി ഡേക്കൊക്കെ വരാമെന്നല്ലാണ്ട് ഇങ്ങനെ സ്റ്റേജിൽ കയറാമെന്നോ സംസാരിക്കാമെന്നോ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. 677 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 334 കരസ്ഥമാക്കിയ മുരളീകൃഷ്ണ അശോക്. പിന്നെ ആദ്യം തന്നെ പാരൻസിനോട് ഭയങ്കര സന്തോഷമുണ്ട്. പാരൻസിനോട് എനിക്ക് വെറുതെ കടപ്പാടുണ്ട് സപ്പോർട്ട് ചെയ്തതിന്. അവിടുത്തെ ബ്രില്യൻറ്റ് സ്റ്റാഫും ടീച്ചർമാരും എല്ലാവരും ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അച്ചീവ്മെന്റ്. 675 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 386 അലങ്കരിക്കുന്ന ലാരിൻ മുഹമ്മദ്. വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയൊന്നും നിൽക്കാൻ പറ്റുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിന് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു, പിന്നെ എൻ്റെ പേരൻസിനോട് നന്ദി പറയുന്നു, അവരുടെ എല്ലാവിധ സപ്പോർട്ടിനും, പിന്നെ ബ്രില്യൻറ്റിനോടും എൻ്റെ സ്കൂളിനോടും. ഞാൻ കെ മാതാനം റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. 675 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 397 നേടി മിന്നുന്ന വിജയം കൈവരിച്ച അച്യുത് ശൈലേന്ദർ ഉമേഷ്. 675 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 411 നേടിയ ദേവനാരായണൻ എസ്. ചിലർ വരുമ്പോൾ ചരിത്രം വരുമാണെങ്കിൽ ചരിത്രം മാറ്റിക്കുറിക്കാൻ എത്തുന്ന ബ്രില്യന്റിലെ എന്റെ സഹോദരന്മാരെ, ആദ്യം തന്നെ നിങ്ങൾക്ക് വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ദേവനാരായണ എസ്, തൃശൂർ ദേവമാത നിന്ന് വരുന്നു. ഞാൻ വടക്കാഞ്ചേരി സ്വദേശിയാണ്. ഞാൻ പഠിച്ചത് ദേവമാത തൃശൂർ സ്കൂളിലാണ്. അവിടെ എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത കടപ്പാട് എൻ്റെ കോർഡിനേറ്റർ ജിത് സർ, എൻ്റെ ക്ലാസ് ടീച്ചർ അഞ്ജന മാം, അതേപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ചേട്ടൻ, എല്ലാവരോടും നിറയെ കടപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ബ്രില്യന്റിലെ ഫാക്കൽറ്റിമാർ ജോർജ് സർ.
2026 മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ മേഖലകളിലെ ഏത് റിസൾട്ട് എടുത്താലും അതിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്റർ മാത്രമാണ്. എല്ലാ എൻട്രൻസ് എക്സാമുകളുടെയും 1ാം റാങ്കുകൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് വരുന്ന വർഷം എൻട്രൻസ് മേഖലയിൽ പ്രവേശനം നേടാൻ പോകുന്ന 85% വിദ്യാർത്ഥികളും പഠിച്ച ഒരേ ഒരു സ്ഥാപനം ബ്രില്യൻ സ്റ്റഡി സെന്റർ.